കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം എൻ പാപവും ശാപവും ഒഴുകി ദൂരയാ ഞാൻ സൗഖ്യമാ നീതിയാ ദൈവ പൈതലാ യേശുവിൻ സ്വന്തമായി തീർന്നു ഞാൻ എന്നെന്നും കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം. കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് വീണ്ടും സ്വാഗതം. വീണ്ടും നമുക്ക് ഒരുമിച്ച് ആയിരിക്കാൻ കർത്താവ് തന്ന കൃപയ്ക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്നലെ നമ്മൾ കേട്ട അനുഗ്രഹിക്കപ്പെട്ട വചന ശുശ്രൂഷയുടെ തുടർന്നുള്ള ദൈവവചനമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഇന്നലത്തെ വചനം ഏറ്റവും അനുഗ്രഹമായിരുന്നെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അതുകൊണ്ട് വളരെ പ്രതീക്ഷയോടെ ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ അത് കേൾക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്നതാണെന്ന് നമുക്കറിയാം. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി അത് വ്യാപരിക്കും, അത്ഭുതങ്ങൾ നടക്കും. ഇപ്പോൾ നമുക്ക് ദൈവവചന ശുശ്രൂഷയിലേക്ക് കടന്നു പോകാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. That is why in the book of Hebrews, the Bible says, now Jesus is going to come for salvation for those who are longing for his appearance. അതുകൊണ്ടത്ര എബ്രായ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നു, യേശുവിന് വേണ്ടി കാത്തിരിക്കുന്നവർ അവർക്ക് വേണ്ടി പ്രത്യക്ഷനാകും, അവന് വേണ്ടി വാഞ്ചയോടെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി. The love of Jesus is always looking upward, looking, when is my master going to come? When is my husband going to come? When is my Savior going to come to perfect my salvation? ക്രിസ്തുവിന്റെ സ്നേഹം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് അവൻ ഇങ്ങനെ വാഞ്ചയോടെ കാത്തു നിൽക്കുകയാ. എന്റെ മണവാട്ടി എപ്പോൾ വരും, എന്റെ മണവാളൻ എപ്പോൾ വരും, എന്റെ നാഥൻ എപ്പോൾ വരും. ആ നോട്ടം, ആ വാഞ്ച. But that period is a fight of good fight, holding on to eternal life. എന്നാൽ ഈ കാലഘട്ടം അവിടെയാണ് ഒരു നല്ല പോരുള്ളത്, നിത്യജീവനെ മുറുകി പിടിച്ചുകൊണ്ടുള്ള പോര്. Because there is someone who wants to trick you. ആ കാരണം എന്താ? ആ കാലഘട്ടത്തിൽ നിന്നെ വഞ്ചിക്കുവാൻ, നിന്നെ കബളിപ്പിക്കുവാൻ ഒരുവൻ ശ്രമിക്കുന്നുണ്ട്. That is why Paul says like this. അതുകൊണ്ടത്രേ പൗലോസ് ഇപ്രകാരം പറയുന്നു, I fear lest somehow as the serpent deceived Eve by craftiness, so your mind may be corrupted by the simplicity in Christ. എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ. എങ്ങനെയാ ചതിച്ചത്? ഞാൻ ചതിക്കാൻ വരുവാണ് എന്ന് പറഞ്ഞിട്ടല്ല, ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് പറഞ്ഞാട്ടെ, മനസ്സ്. ഹല്ലേലൂയ. നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയിൽ നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. Hallelujah. Just like Satan deceived Eve by craftiness. സർപ്പം അഥവാ സാത്താൻ ഉപായത്താൽ ഹവ്വയെ ചതിച്ചതുപോലെ. I want to tell you, Satan has different names in different places. ഞാൻ നിങ്ങളോട് പറയാം, സാത്താന് പല സ്ഥലങ്ങളിൽ പല പേരാ ഉള്ളത്. In the book of Revelation 10, he is called deceiver. വെളിപ്പാട് പുസ്തകം 10-ാം അധ്യായത്തിൽ 12:10 ഇങ്ങനെ പറയുന്നു, അവൻ വഞ്ചകനാ. In 12, you further read 12, he is an accuser. അതിന്റെ 12-ാമത്തെ വാക്യത്തിൽ നമ്മൾ വീണ്ടും വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു, കുറ്റം ആരോപിക്കുന്നവൻ. അവൻ അപവാദി. Jesus said in the book of John, he is a liar and a father of it. യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശു പറയുകയാണ്, അവൻ ഭോഷ്കു പറയുന്നവനും അതിന്റെ അപ്പനുമാകുന്നു. In the book of Thessalonican, Paul calls him hinderer. തെസ്സലോനിക്ക ലേഖനത്തിൽ പൗലോസ് പറയുകയാണ്, തടയുന്നവൻ. Hallelujah. He can hinder. അവനെ തടയുവാൻ കഴിയും. That is why I said we have no problem, we have challenges, but we overcome that challenge in the name of Jesus Christ. അതുകൊണ്ട് തന്നെയാ ഞാൻ പറഞ്ഞത്, നമുക്ക് പ്രശ്നങ്ങളില്ല, വെല്ലുവിളികളേ ഉള്ളൂ. നമുക്ക് ആ വെല്ലുവിളികളെ മറികടക്കുവാൻ കഴിയും, കാരണം യേശുക്രിസ്തു നമ്മുടെ കൂടെ ഉണ്ട്. What is rightfully ours, we will enjoy it. Might be sometimes a hindrance comes for 1 or 2 days. That is where we are patient with God. ന്യായമായിട്ടും
നമുക്കായിട്ടുള്ളത് നമ്മൾ അനുഭവിക്കും. എന്നാൽ ചിലപ്പോൾ ചില തടസ്സങ്ങൾ വന്ന് 1-2 ദിവസം തടസ്സപ്പെട്ടേക്കാം. എന്നാൽ ക്ഷമാപൂർവം നിന്നാൽ നിശ്ചയമായിട്ടും നമ്മൾ അത് അനുഭവിക്കും. You should understand, why does Satan hinder? നമ്മൾ മനസ്സിലാക്കണം എന്തിനു വേണ്ടി, എന്തുകൊണ്ട് പിശാച് തടയുന്നു. Paul is going to Asia and Satan is hindering his way. പൗലോസ് ഏഷ്യയിലേക്ക് പോകുമ്പോൾ സാത്താൻ അവനെ തടയുവാൻ ശ്രമിച്ചു. Why? Because Satan knows if this man goes there, he is going to have problem. So he is hindering him by putting little issues here and there. കാരണം സാത്താൻ അറിയാം ഈ മനുഷ്യൻ ഏഷ്യയിൽ ചെന്നാൽ സാത്താൻ അത് പ്രശ്നമാ. അതുകൊണ്ട് അവൻ ചെറിയ ചെറിയ വിഷയങ്ങൾ മുമ്പിലിട്ട് ആ യാത്രയെ മുടക്കുവാൻ ശ്രമിച്ചു. But that hindrance is called hindrance, not stopping. Hindrance means you will reach your destination. അതിനെ വെറും തടസ്സങ്ങൾ എന്ന് മാത്രമേ ഉള്ളൂ. അത് അവസാനമെന്നല്ല അതിന്റെ അർത്ഥം. ആ തടസ്സങ്ങൾ വന്നാലും അവസാനത്തിൽ നമ്മൾ എത്തിച്ചേരുക തന്നെ ചെയ്യും. If something is getting delayed in your life, എന്തെങ്കിലും കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ താമസിച്ചു പോയാൽ you should understand that thing is very glorious for you. ഒരു കാര്യം മനസ്സിലാക്കിക്കോണം, അത് വളരെ തേജസ്സോടെ നിങ്ങളുടെ കയ്യിൽ എത്തുക തന്നെ ചെയ്യും. Hindering, തടസ്സപ്പെടുത്തുക, hindering, തടസ്സവാദമിടുന്നവൻ, hindering. തടയുന്നവൻ. But I want to tell you good news. എന്നാൽ ഇന്ന് ഞാനൊരു സദ്വർത്തമാനം പറയാം. Hindering does not mean cancellation. തടസ്സം എന്ന് പറഞ്ഞാൽ അത് ഇല്ലാതെയാക്കുക എന്നല്ല അർത്ഥം. It will come to pass. അത് നിശ്ചയമായിട്ട് നടക്കും. It will come to pass. അത് നിശ്ചയമായും സംഭവിക്കും. And it will be the most glorious way that the Lord will make it to pass. കർത്താവ് അതിനെ ഏറ്റവും തേജസ്സേറിയ രീതിയിൽ അതിനെ നടപ്പിലാക്കുക തന്നെ ചെയ്യും. Hallelujah! Hallelujah! That is why the Bible says, by faith and patience they inherited the promises. അതുകൊണ്ട് വേദപുസ്തകം പറയുന്നത് വിശ്വാസത്താലും ക്ഷമയാലും അവർ വാഗ്ദത്തത്തെ നേടിയെടുത്തു. Hallelujah! With faith and patience. വിശ്വാസത്താലും ദീർഘക്ഷമയാലും. Hallelujah! Hallelujah! Trick of the devil. പിശാചിന്റെ തന്ത്രം Number 1 is to tell you that you don't have faith. നിങ്ങൾക്ക് വിശ്വാസമില്ല എന്ന് നിങ്ങളോട് തന്നെ പറയും. Day before yesterday, I was talking to a big businessman and his wife was telling me, we don't have as much faith as you, Tangu brother. 2 ദിവസം മുമ്പ് ഞാൻ ഒരു വലിയ ബിസിനസ്സുകാരന്റെ കുടുംബത്തോട് സംസാരിക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ എന്നോട് ഇങ്ങനെ പറഞ്ഞു, തങ്കു ബ്രദറെ, നിങ്ങളെ പോലെയുള്ള വിശ്വാസമൊന്നും ഞങ്ങൾക്കില്ല. Biggest lie of the devil. പിശാചിന്റെ ഏറ്റവും വലിയ നുണയാണ്. So that all your life you will depend on someone else's faith. അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ മറ്റൊരാളുടെ വിശ്വാസത്തെ നിങ്ങൾ ആശ്രയിക്കേണ്ടതായിട്ട് വരും. Jesus does not want that. യേശു അങ്ങനെ ആഗ്രഹിക്കുന്നില്ല. Jesus wants you to stand on your own feet. നിങ്ങളുടെ സ്വന്തം കാലിൽ നിൽക്കണമെന്ന ദൈവം യേശു നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. How long will others carry you? എത്ര കാലം നിങ്ങളെ മറ്റുള്ളവർ ചുമന്ന് നടക്കും? The lie of the devil is you don't have faith. പിശാചിന്റെ ഏറ്റവും വലിയ നുണയിൽ ഒന്ന് നിങ്ങൾക്ക് വിശ്വാസമില്ല എന്ന് പറയുന്നത്. Remember, ഓർക്കുക, the weapons of warfare is word, that is the spirit. ഓർത്താട്ടെ, വചനം എന്ന ആത്മാവിന്റെ വാൾ എന്നുള്ളതാണ് ആ വിശ്വാസത്തിന്റെ സർവായുധവർഗങ്ങളിലെ ഏറ്റവും വലിയ ആക്രമണ ആയുധം. The devil can trick you in your mind. പിശാചിനെ നിങ്ങളുടെ മനസ്സിൽ ഒരു തന്ത്രമിടാം. By reasoning, അവൻ യുക്തി ചിന്ത കൊണ്ടിടാം. telling you lies. നിങ്ങളെ നുണ പറഞ്ഞ് പ്രലോഭിപ്പിക്കാം. But where is the solution? എവിടെയാണ് അതിന്റെ പ്രതിവിധി, പരിഹാരം? Solution is, what does the word say about me? ഇതിന്റെ പരിഹാരം എന്റെ വചനം. ഈ വചനം എന്നോട് എന്താണ്, എന്നെ കുറിച്ച് എന്താണ് പറയുന്നത് എന്നുള്ളതിലാണ്. If the word says so much, I will believe what Jesus said, not my reasoning saying. ഈ വചനം എന്ത് പറയുന്നുവോ, യേശു എന്നെ കുറിച്ച് എന്ത് പറയുന്നുവോ അത് മാത്രം ഞാൻ വിശ്വസിക്കും. എന്റെ അറിവുകളോ എന്റെ യുക്തി ചിന്തയിലോ ഞാൻ ആശ്രയിക്കയില്ല. What does the word talk about faith? എന്താകുന്നു ദൈവവചനം വിശ്വാസത്തെ കുറിച്ച് സംസാരിക്കുന്നത്? Romans chapter 12 verse 3. റോമാലേഖനം 12-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം. Everyone take the word and read it. എല്ലാവരും ആ വചനം എടുത്ത് വായിച്ചാട്ടെ. What is the word saying about faith? എന്താണ് ദൈവവചനം വിശ്വാസത്തെ കുറിച്ച് പറയുന്നത്? Hallelujah. Hallelujah. ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചു വരാതെ ദൈവം അവനവന് വിശ്വാസത്തിന്റെ അളവ് പങ്കിട്ടതുപോലെ അവനവന് വിശ്വാസത്തിന്റെ അളവ് പങ്കിട്ടത് പോലെ
എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? വിശ്വാസം എന്റെ വിശ്വാസമല്ല. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരിക്കൽ കർത്താവ് എന്നോട് പറഞ്ഞു, നിന്റെ വിശ്വാസത്തിൽ ആശ്രയിക്കാൻ മാത്രം പൊട്ടനല്ല ഞാൻ. എന്റെ വിശ്വാസം പൊട്ട വിശ്വാസമാ. എന്റെ വിശ്വാസം സാഹചര്യങ്ങളെ കാണുമ്പോൾ വിരളുന്ന വിശ്വാസമാ. ഈ വിശ്വാസം എന്റേതല്ല, നൽകപ്പെട്ട വിശ്വാസമാ. വായിച്ചെവിടെ എന്താ എഴുതിയിരിക്കുന്നത്? ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചു വരാതെ ദൈവം അവനവന് വിശ്വാസത്തിന്റെ അളവ് പങ്കിട്ടതുപോലെ സുബോധമാകും. വിശ്വാസം പറഞ്ഞിട്ട് എന്റെ അകത്ത് വിശ്വാസമുണ്ട്. എന്റെ അകത്ത് വിശ്വാസമുണ്ട്. ഒന്നുകൂടെ ഉറക്കെ പറഞ്ഞു, എന്റെ അകത്ത് വിശ്വാസമുണ്ട്. When Jesus came into my life, യേശു എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ the author of faith came into my life. വിശ്വാസത്തിന്റെ നായകൻ, അതിന്റെ ഉറവിടമായി എന്റെ ഉള്ളിൽ വന്നത്. അടുത്തിരിക്കുന്ന ആളിനോട് പറയണം, ഉള്ള വിശ്വാസം ഉപയോഗിക്കാൻ പഠിക്കണം. ഉള്ള വിശ്വാസം ഉപയോഗിക്കാൻ പഠിക്കണം. Hallelujah. ഹല്ലേലൂയ. I have faith. എനിക്ക് വിശ്വാസമുണ്ട്. I have faith. എനിക്ക് വിശ്വാസമുണ്ട്. Might be little faith. അത് ചിലപ്പോൾ ചെറുതായിരിക്കാം. That is why Jesus said, അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, even if you have faith like a mustard seed, ഒരു കടുകുമണിയോളം വിശ്വാസമെങ്കിലും ഉണ്ടെങ്കിൽ you can tell that mountain, cast into the sea, it will go. നിങ്ങൾക്ക് ആ മലയോട് കടലിൽ പോയി ചാടാൻ പറഞ്ഞാൽ അതുപോലെ നടക്കും. Hallelujah. Hallelujah. പറഞ്ഞു, ഞാൻ പറയുന്നത് പോലെ തന്നെ നടക്കത്തുള്ളൂ. ഞാൻ പറയുന്നത് പോലെ തന്നെ നടക്കത്തുള്ളൂ. ഒന്നുകൂടെ ഉറക്കെ പറഞ്ഞേ, ഞാൻ പറയുന്നത് പോലെ തന്നെ നടക്കത്തുള്ളൂ. Hallelujah. ഹല്ലേലൂയ. ആ ധൈര്യം എവിടുന്നാ ലഭിക്കുന്നത്? നീതി എന്ന കവചം. ആമേൻ. നീതി എന്ന കവചം എന്റെ ചിന്ത, ഹാർട്ടിനെ പ്രിസർവ് ചെയ്യും. ഹെൽമെറ്റ് എന്റെ മനസ്സിനെ പ്രിസർവ് ചെയ്യും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആ ധൈര്യം, ഞാൻ പറയുന്നതേ നടക്കത്തുള്ളൂ. ധൈര്യം എവിടെ നിന്ന് വന്നു? ഞാൻ നീതിമാൻ. അതുകൊണ്ട് തന്നെ നീതിമാൻ എന്ന് പറഞ്ഞാൽ എന്നാ? ദൈവത്തിന് എന്നെ ഇഷ്ടമാണ്. അത് എന്തുകൊണ്ടാണ്? യേശുവിന്റെ രക്തത്താൽ ഞാൻ വീണ്ടെടുക്കപ്പെട്ടത് കൊണ്ടാണ്. യേശുവിന്റെ രക്തം എനിക്ക് വേണ്ടി ഗുണകരമായി സംസാരിക്കുന്നത് കൊണ്ടാണ്. പക്ഷെ എനിക്ക് അത് തോന്നുന്നില്ലല്ലോ. തോന്നണ്ട, കർത്താവിന് ഇഷ്ടമാണ്. എന്നാ എനിക്ക് അതിന്റെ ഒരു ഫീലിംഗ് ഇല്ലല്ലോ. അത് ഫീലിംഗ് അല്ലെന്ന്, അത് സത്യമാണ്. Because it is not for your satisfaction, he is satisfied with the blood of Jesus Christ. അത് നിന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ടല്ല, അവൻ യേശുക്രിസ്തുവിന്റെ രക്തത്തിൽ തൃപ്തനായതുകൊണ്ടത്രേ. The trick of the devil is to cheat you by telling you don't have faith. പിശാചിന്റെ ഏറ്റവും വലിയ തന്ത്രം നിനക്ക് വിശ്വാസമില്ല എന്ന് പറഞ്ഞ് നിന്നെ വഞ്ചിക്കുന്നതാണ്. But the truth is, എന്നാൽ സത്യം ഇതാണ്, God has given faith to every believer. എല്ലാ വിശ്വാസിക്കും ദൈവം വിശ്വാസം പകർന്നു He നൽകിയിട്ടുണ്ട്. himself is dwelling inside of താൻ us. തന്നെത്താൻ നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. Exercise your faith. നിങ്ങളുടെ വിശ്വാസത്തെ പരിശീലിപ്പിക്കുക. Hallelujah. ഹല്ലേലൂയ. Number 2 രണ്ടാമത്, is not trusting the word, but trusting your reasoning or others' word. നിങ്ങൾ വചനത്തിൽ ആശ്രയിക്കാതെ നിങ്ങളുടെ യുക്തിയിലും മറ്റുള്ളവർ പറയുന്നതിലും ആശ്രയിക്കാൻ പ്രേരിപ്പിക്കുന്നു. In the book of Peter, പത്രോസ് എഴുതിയ ലേഖനത്തിൽ 1 Peter chapter 1 and verse 23 onwards. 1 പത്രോസ് 1:22 മുതൽ, എന്നാൽ സത്യം അനുസരിക്കയാൽ നിങ്ങളുടെ ആത്മാക്കളെ നിർവ്യാജമായ സഹോദര പ്രീതിക്കായി നിർമ്മലീകരിച്ചുകൊണ്ട് ഹൃദയപൂർവ്വം അന്യോന്യം ഉറ്റു സ്നേഹിപ്പിൻ. ഉറ്റു സ്നേഹിപ്പിൻ. കെടുന്ന ബീജത്താലല്ല, കെടുന്ന ബീജത്താലല്ല, ആ. കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. അകത്തിരിക്കുന്നത് എന്താ? കെടാത്ത ജീവനുള്ള. ഒരു തേങ്ങ കണ്ടാൽ വെല്ലും തോന്നുമോ? ഒന്നുമില്ല. ഒന്ന് മണലിനകത്ത് ഇട്ട് നോക്കിക്കേ, അപ്പൊ ഏതാണ്ടൊക്കെ സംഭവിക്കുന്ന കാണാം. അതുപോലെ തന്നെയാ, the same way, അതുപോലെ തന്നെ the word that is living and abiding forever എന്നേക്കും നിലനിൽക്കുന്നതായ ദൈവത്തിന്റെ വചനം is inside of you. അത് നിങ്ങളുടെ എന്റെ ഉള്ളിലുണ്ട്. Jesus is the word. യേശു അത്രേ വചനം. Hallelujah. ഹല്ലേലൂയ. Trust the word than your reasoning. നിങ്ങളുടെ യുക്തിചിന്തയേക്കാൾ അധികമായി നിങ്ങൾ വചനത്തിൽ വേണം ആശ്രയിക്കുവാൻ. Further the Bible says, തുടർന്ന് താഴോട്ട് വായിക്കാം, സകല ജഡവും പുല്ലുപോലെയും അതിന്റെ ഭംഗിയെല്ലാം സകല ജഡവും പുല്ലുപോലെയും പുല്ലുപോലെ അതിന്റെ ഭംഗിയെല്ലാം പുല്ലിന്റെ പൂ പോലെയും ആകുന്നു. ആ. പൂവാടി പൂ ഉതിർന്നു പോയി, കർത്താവിന്റെ വചനമോ കർത്താവിന്റെ യേശുവിന്റെ വചനമോ എന്നേക്കും നിലനിൽക്കുന്നു. പറഞ്ഞിട്ട് എന്നേക്കും. എന്നേക്കും. അതകത്തിരിക്കുന്നേ. ആമേൻ.
Trust the word, what Jesus has said. വചനത്തിൽ ആശ്രയിക്കുക. യേശു എന്ത് പറഞ്ഞു അതിൽ ആശ്രയിക്കുക. 1 Timothy 4:6 the Bible says, 1 തിമോത്തിയോസ് 4:6 വേദപുസ്തകം പറയുന്നു, exercise yourself in that word or in godliness. ദൈവവചനത്തിലും ദൈവികത്വത്തിലും നിങ്ങൾ പ്രവർത്തിച്ചെടുക്കുക, നിങ്ങൾ പരിചയിച്ചെടുക്കുക, വ്യായാമം ചെയ്യുക. വ്യായാമം ചെയ്യുക. എന്തിൽ വ്യായാമം ചെയ്യണം? വചനത്തിലും. ഇത് സഹോദരന്മാരെ ഗ്രഹിപ്പിച്ചാൽ നീ അനുസരിച്ച് വിശ്വാസത്തിന്റെയും സതുപദേശത്തിന്റെയും വചനത്താൽ പോഷണം ലഭിച്ച്. ഏത് വചനത്തിലാണ് നമുക്ക് പോഷണം ലഭിക്കുന്നത്? വിശ്വാസത്തിന്റെ യേശുവിന്റെ വചനത്തിൽ നമ്മൾ എന്ത് ലഭിക്കും? പോഷണം ലഭിച്ച് ക്രിസ്തു യേശുവിന് നല്ല ശുശ്രൂഷകനാണ്. നല്ല ശുശ്രൂഷകൻ വിശ്വാസത്തിൽ അങ്ങ് വളരും. ഹല്ലേലൂയ. ഹല്ലേലൂയ. Depending and exercising. ആശ്രയിക്കുകയും അതിനെ വ്യായാമം ചെയ്യുകയും ചെയ്യും. What is meaning exercising? What you have, you develop. വ്യായാമം അല്ലെങ്കിൽ പരിശീലനം, അതുകൊണ്ടുള്ള ഉദ്ദേശം എന്താ? കയ്യിലുള്ളതിനെ വലുതാക്കുക. What was I doing? I started exercising my muscle. Already what is there, I begin to use it. ഞാൻ എന്താ ചെയ്തത്? ഞാൻ എൻ്റെ പേശികളെ, മാംസപേശികളെ വ്യായാമം ചെയ്യുവാൻ തുടങ്ങി. വാസ്തവത്തിൽ ഈ പേശികൾ, മസിലുകൾ എനിക്ക് നേരത്തെ തന്നെ ഉള്ളതാ, പക്ഷെ ഞാൻ ഇപ്പോൾ അതിനെ ഉപയോഗിക്കാൻ തുടങ്ങി. Initially no result. ആദ്യ കാലത്തിൽ വലിയ ഫലമൊന്നും കണ്ടില്ല. Second day, third day, 10 days. 2 ദിവസമായി, 3 ദിവസമായി, 5 ആയി, 10 ആയി, 1 month. 1 മാസമായി. Exercising on the word with the faith already given inside of you. നിങ്ങളുടെ ഉള്ളിൽ നൽകപ്പെട്ട വിശ്വാസത്തിന് അനുസൃതമായി ദൈവവചനത്തിന്മേൽ നിങ്ങൾ വ്യായാമം ചെയ്യുവീൻ. You have a financial problem. നിങ്ങൾക്കൊരു സാമ്പത്തികമായ വിഷയം വരുന്നു. Instead of going and taking a loan, wait. വേഗത്തിൽ പോയി ഒരു വായ്പ വാങ്ങിക്കുന്നതിന് പകരം ഒരല്പം കാത്തു നിൽക്ക്. Exercise your faith. നിങ്ങളുടെ വിശ്വാസത്തെ ഒന്ന് ഉപയോഗിക്ക്. On the word. വചനത്തിന്മേൽ. What the word says. എന്താണ് വചനം പറയുന്നത്? My God will supply all my need according to his riches in glory. എന്റെ ദൈവമോ നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെയും മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. Exercising on the word. വചനത്തിന്മേൽ വ്യായാമം ചെയ്യുക. With the faith already given. നിങ്ങൾക്ക് നൽകപ്പെട്ട വിശ്വാസത്താൽ. Hallelujah. Hallelujah. I have faith. എനിക്ക് വിശ്വാസമുണ്ട്. The word says so. വചനം അങ്ങനെ പറയുന്നു. I will exercise it on that word. ഞാൻ ആ വചനത്തിന്മേൽ വ്യായാമം ചെയ്യും. I will stand on it. ഞാൻ അതിന്മേൽ നിൽക്കും. The Bible says, വേദപുസ്തകം പറയുന്നു, stand. നിൽക്കാം. Stand. ഉറച്ചു നിൽക്കാം. Put on the armor of God. ദൈവത്തിന്റെ സർവ്വായുധവർഗ്ഗം And ധരിക്കാം. stand. വീണ്ടും നിൽക്കാം. Stand. നിൽക്കാം. Stand. നിൽക്കാം. This is not sand but rock. ഇത് മണ്ണല്ല, ഇത് പാറമേലാ നിൽക്കുന്നത്. This is rock. ഇത് പാറയത്രേ. Jesus is that rock. യേശു അത്രേ പാറ. His word cannot change. അവന്റെ വാക്ക് മാറുകയില്ല. Can you shout hallelujah? ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Number 1, ഒന്ന്, not believing that I have faith. എനിക്ക് വിശ്വാസമുണ്ട് എന്നുള്ളത് വിശ്വസിക്കാതിരിക്കുക. Number 2 2, is not depending or exercising on the word. വചനത്തിൽ ആശ്രയിക്കാതെ അതിൽ വ്യായാമം ചെയ്യാതിരിക്കുക. The Bible says വേദപുസ്തകം പറയുന്നു, they won the accuser, the Satan, by the word of their testimony and the blood of the lamb. വേദപുസ്തകം ഇങ്ങനെ പറയുന്നു, അവരുടെ സാക്ഷ്യവചനത്താലും കർത്താവായ യേശുവിന്റെ രക്തത്താലും അവരുടെ സാക്ഷ്യവചനത്താലും പിശാചിനെ അവർ ജയിച്ചു. By the word of their testimony. അവരുടെ സാക്ഷ്യത്തിന്റെ വചനത്താൽ. By the word, വചനത്താൽ, testimony, സാക്ഷ്യത്താൽ, and the blood of Jesus Christ. യേശുവിന്റെ രക്തത്താൽ You can win any circumstance. നിങ്ങൾക്ക് ഏത് സാഹചര്യത്തെയും ജയിക്കുവാൻ The കഴിയും. word says വചനം പറയുന്നു, how to bring that stronghold, how to bring all this lack of faith. ആ കോട്ടയെ എങ്ങനെ തകർക്കാം, ആ വിശ്വാസമില്ലായ്മയെ എങ്ങനെയൊന്ന് മറികടക്കാം. It is by trusting and depending on the word of Jesus Christ. യേശു ക്രിസ്തുവിന്റെ വചനത്തിൽ പൂർണ്ണമായിട്ട് ആശ്രയിക്കുന്നതിൽ കൂടെ തന്നെ. Today, ഇന്ന് even all of you who are watching in various churches, നിങ്ങൾ പല സഭകളിൽ ഇരുന്ന് എന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. we are one family in Christ Jesus. നാം ക്രിസ്തുയേശുവിൽ ഒരു കുടുംബം അത്രേ. Today, anyone who has come to any church, ഇന്ന് ഏതെങ്കിലും ഒരു സഭയിൽ ഇരുന്ന് എന്നെ കേൾക്കുന്നവർ ആരെങ്കിലും, if you are sick in your body, നിങ്ങളുടെ ശരീരത്തിൽ രോഗമാണോ, you have faith നിങ്ങൾക്ക് വിശ്വാസമുണ്ട്, to ask that
sickness ആ രോഗത്തോട് കൽപ്പിക്കുക. to get out of the body. നിങ്ങളുടെ ശരീരം വിട്ട് വെളിയിൽ പോകുവാൻ ആജ്ഞാപിക്കുക. If you are coming for the first time, നിങ്ങൾ ആദ്യമായിട്ട് വരുന്നയാളാകാം. I want to tell you, ഞാൻ നിങ്ങളോട് പറയട്ടെ, ask Jesus to come into your life. യേശുവിനോട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുവാൻ പറയുക. And as he comes into your life, യേശു നിങ്ങളുടെ ജീവിതത്തിൽ വരുമ്പോൾ your body becomes the temple of God. നിങ്ങളുടെ ശരീരം ദൈവത്തിന്റെ മന്ദിരമായി മാറും. Health is the gift of God. ഓ ആരോഗ്യം ദൈവത്തിന്റെ ദാനമത്രേ. Healing is the provision. സൗഖ്യം അവൻ നൽകി തരുന്നതുമത്രേ. How does faith increase? ഓ എങ്ങനെയാ വിശ്വാസം വർദ്ധിക്കുന്നത്? Can that faith which is little increase? ചെറിയ വിശ്വാസം വർദ്ധിച്ചു വരുമോ? Oh yes, it increases. നിശ്ചയമായും അത് വളർന്നു വരും. How does it increase? എങ്ങനെയാ അത് വളരുന്നത്? Philemon 5 verse 5, the Bible says, ഫിലമോൻ എഴുതിയ ലേഖനം അതിന്റെ 5-ാം വാക്യത്തിൽ വേദപുസ്തകം it പറയുന്നു, is love that increases faith. ഓ സ്നേഹമത്രേ വിശ്വാസത്തെ Love വർദ്ധിപ്പിക്കുന്നു. Jesus Christ. ക്രിസ്തുവിനെ സ്നേഹിക്കാം. Fall in love with him. അവനുമായി പ്രണയത്തിലാകുക. Fighting a good fight of faith. വിശ്വാസത്തിന്റെ ഒരു നല്ല പോർ പൊരുതുക. Holding on to eternal life. നിങ്ങളുടെ നിത്യജീവനെ മുറുകെ പിടിച്ചുകൊള്ളുക. Holding on to eternal life. നിത്യജീവനെ മുറുകെ പിടിച്ചുകൊള്ളുക. Holding on to eternal life. നിത്യജീവനെ മുറുകെ പിടിച്ചുകൊള്ളുക. Holding on to Jesus. യേശുവിനെ മുറുകെ പിടിച്ചുകൊള്ളുക. Oh, we are more than conquerors in him. ഓ അവനിൽ നാം ജയാളികളെക്കാൾ ജയാളികളാണ്. ക്രിസ്തു യേശുവിൽ ജയോത്സവം നമ്മുടെ അവകാശമാണ്. കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന സർവായുധ വർഗ്ഗങ്ങൾ എത്ര അനുഗ്രഹമാണ്. വചനമെന്ന വാൾ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന അനുഗ്രഹം. ഇന്ന് നമ്മൾ കേട്ട വചനം പോലെ ക്രിസ്തു എന്ന ആ ഏക പുരുഷനെ മനസ്സാവരിച്ച് ഈ ലോകത്തിൻ്റെ ചിന്തകളെയൊക്കെ അതിജീവിച്ച് നിത്യതയെന്നുള്ള കാഴ്ചപ്പാടിനെ മുറുകെ പിടിച്ചുകൊണ്ട് പൗലോസ് പറഞ്ഞുകൂടെ, ഞാൻ നല്ല പോർ പൊരുതി ഓട്ടം തികച്ചു, ജീവൻ്റെ കിരീടം എനിക്കായിട്ട് കാത്തിരിക്കുക. പ്രിയപ്പെട്ടവരെ, ആ നിത്യതയുടെ കാഴ്ചപ്പാട് ഒരിക്കലും നമ്മുടെ അകത്തുനിന്ന് വിട്ടുപോകാതെ കർത്താവിനെ മുറുകെ പറ്റി ആ നമ്മുടെ മനസ്സിനെ വഷളാക്കുവാൻ പിശാച് കൊണ്ടിരുന്ന എല്ലാ ചിന്തകളെയും ഇടിച്ചു കളഞ്ഞ് നമുക്ക് കർത്താവ് തന്നിരിക്കുന്ന ആയുധങ്ങൾ നോക്കിക്കേ. നമ്മുടെ പോയിൻ്റെ ആയുധങ്ങൾ കോട്ടകളെ ഇടിക്കാൻ ശക്തിയുള്ളതാണ്. കോട്ടകളെ ഇടിച്ച് തകർക്കുന്ന ഒരിക്കൽ തോമസ് പറഞ്ഞത് ഇങ്ങനെയാണ്, ദൈവമക്കൾ ഇടിച്ച് നിരത്തുന്നവരും പിടിച്ചടക്കുന്നവരുമാണ്. ഇന്ന് ആ സർവായുധവർഗം ധരിച്ച് ആ വിശ്വാസം എന്ന ആ പരിചയം മുറുകെ പിടിച്ച് ആ രക്ഷയുടെ ശിരസ്ത്രവം ധരിച്ച് എല്ലാവരോടും യേശുവിനെ പറയുന്ന സുവിശേഷത്തിനായിട്ടുള്ള ഒരുക്കം നമ്മുടെ ചെരുപ്പാക്കി കർത്താവിന് വേണ്ടി നമുക്ക് മുന്നേറാം. നമുക്ക് ഈ ലോകത്തിൽ വാസ്തവത്തിൽ നമുക്ക് സ്വന്തമെന്ന് പറയാൻ കർത്താവല്ലാതെ വേറെ ആരെങ്കിലും ഉണ്ടോ? ഞാൻ പലപ്പോഴും നമ്മൾ പറയുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ സ്വന്തം തന്നെയാണ്. എങ്കിലും നാളെ അവർ വിവാഹം കഴിയുമ്പോൾ അവരുടെ സ്വന്തമെന്ന് പറയാനും പല പ്രിയപ്പെട്ടവർ വരും. എന്നാൽ ഇന്ന് ഈ ലോകത്തിൽ നമുക്ക് സ്വന്തമെന്ന ധൈര്യത്തോടെ പറയാവുന്നത് നമ്മുടെ കർത്താവ്. ആ യേശു നമ്മുടെ കൂടെയുണ്ട്. ഇന്നത്തെ ദിവസം ഈ കേട്ട വചനം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാകുന്നുള്ളതിന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഇന്ന് രോഗികൾ തയ്യാറായിരിക്കുക. ഇപ്പോൾ തന്നെ പ്രാർത്ഥിക്കുന്ന നിമിഷം തന്നെ ആ പിശാചിൻ്റെ കെട്ടുകളെ കർത്താവ് പൊട്ടിക്കും. ഇന്ന് വരെയുള്ള നിങ്ങളുടെ മനസ്സിൻ്റെ അകത്തുള്ള എല്ലാ ഇടുക്കങ്ങളെയും ദൈവവചനം പൊട്ടിച്ചെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ആ ചിന്താഗതികളെ മാറ്റിമറിച്ചുകൊണ്ട് നമ്മുടെ തങ്ങൾ ഒരിക്കൽ പറഞ്ഞു തന്നത്, നമ്മുടെ ആറ്റിറ്റ്യൂഡാണ് നമ്മുടെ ഓൾട്ടിറ്റ്യൂഡ് തീരുമാനിക്കുന്നത്. നമ്മുടെ ചിന്തയാണ് നമ്മുടെ ഉയർച്ചയെ തീരുമാനിക്കുന്നത്. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ചിന്തകളോടെ, ഉന്നതമായ ചിന്തകളോടെ പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്ത് വന്നിരിക്കുന്നത് തന്നെ ദൈവത്തിൻ്റെ ചിന്തകളെ നമുക്ക് തരുവാൻ വേണ്ടിയാണ്. ആ ഉന്നതമായ ചിന്തകളോടെ ഉയരത്തിലുള്ളത് ചിന്തിച്ചുകൊണ്ട് ഒരു ജയോത്സവത്തിൻ്റെ ജീവിതം നയിക്കുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് ചേർന്നൊന്ന് പ്രാർത്ഥിക്കാം. പിതാവേ, യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഒറ്റ മനസ്സോടെ പ്രാർത്ഥിക്കുക. കർത്താവെ, ഇന്ന് വചനം കേട്ട ഓരോ പ്രിയമക്കളെയും യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ക്രിസ്തു യേശുവിൽ ജയോത്സവത്തോടെ നിൻ്റെ മക്കളെ നടത്തുവാൻ കർത്താവെ ആ കോട്ടകളെ ഇടുകയാണ്. അകത്ത് വന്ന ചിന്താഗതികൾ, ഈ ലോകത്തിൻ്റെ ചിന്തകൾ, ലോകത്തിൻ്റെ മോഹങ്ങൾ, ആ കെട്ടുകളെല്ലാം പൊട്ടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ എല്ലാ അഡിക്ഷൻസും അവരെ വിട്ടുമാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇപ്പോൾ തന്നെ നാളുകളായി വന്നിട്ട് തെറ്റിദ്ധാരണകൾ മാറട്ടെ, വ്യാജങ്ങൾ മാറട്ടെ. സത്യോപദേശത്തിൻ്റെ വെളിപാടുകൾ ക്രിസ്തു യേശുവിൻ്റെ വെളിപാടോടുകൂടെ നടക്കുവാൻ കൃപ തരുന്നതിനായി സ്തോത്രം. അപ്പോൾ തന്നെ കർത്താവെ, ഞങ്ങളിന്ന് കേട്ടതുപോലെ സർവായുധ വർഗത്തെ ധരിച്ചുകൊണ്ട്, ഓ യേശുവെ, അവിടുന്ന് ഞങ്ങളുടെ നീതി, അവിടുന്ന് ഞങ്ങളുടെ പരിച, അങ്ങയുടെ അത്യുന്നതൻ്റെ മറവിൽ സർവശക്തൻ്റെ നിഴലിൻ കീഴിൽ ഞങ്ങളെ ആക്കിയിരിക്കുന്നതിനായി സ്തോത്രം. ഒരു ബാധയും ഞങ്ങളോട് അടുക്കാത്തവണ്ണം, ഒരനർത്ഥവും ഞങ്ങൾക്ക് ഭവിക്കാത്തവണ്ണം എൻ്റെ തങ്കച്ചിറകിൻ്റെ കീഴിൽ ഞങ്ങളെ ായി നന്ദി. ക്രിസ്തു യേശുവിൽ അനുഗ്രഹത്താൽ അനുഗ്രഹിച്ചതിനായി നന്ദി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. രോഗികൾ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. കിടക്കയിൽ തളർന്നു കിടക്കുന്ന വ്യക്തി യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യത്തോടെ ചാടി എഴുന്നേൽക്കട്ടെ. 38 വർഷമായി തളർന്നു കിടന്ന വ്യക്തി ചാടി എഴുന്നേറ്റതുപോലെ ഇപ്പോൾ തന്നെ ആ തളർവാദി സൗഖ്യമാകട്ടെ. അസ്ഥി സംബന്ധമായ രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ആക്സിഡൻ്റ് ഉണ്ടായി നാളുകളായി മുറിവ് ഉണങ്ങാതിരിക്കുന്ന വ്യക്തി, അസ്ഥി ചേരാതിരിക്കുന്ന വ്യക്തി യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ
സൗഖ്യമാകട്ടെ. പിതാവേ, യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഒറ്റ മനസ്സോടെ പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതങ്ങൾ നടക്കട്ടെ. കുടുംബ ബന്ധങ്ങൾ യഥാസ്ഥാനപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് ഇപ്പോൾ തന്നെ പൂർണ്ണ വിടുതൽ കൽപ്പിക്കുകയാണ്. കർത്താവ് അത്ഭുതം ചെയ്തതിനായി നന്ദി, വിടുവിച്ചതിനായി നന്ദി, മുഴുവൻ മഹത്വം അങ്ങേക്ക് തരുന്നു. പ്രാർത്ഥനയുടേതിനായി നന്ദിയോടെ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കരുണയോടെ കേൾക്കണം നല്ല പിതാവേ. ആമേൻ, ആമേൻ. നോക്കൂ, ഇപ്പോൾ തന്നെ കർത്താവ് അത്ഭുതം ചെയ്ത് കഴിഞ്ഞിരിക്കുക. ആ രോഗം സൗഖ്യമായി കഴിഞ്ഞിരിക്കുക. ഇപ്പോൾ തന്നെ നിങ്ങളുടെ ബന്ധങ്ങളെ കർത്താവ് വീണ്ടും യഥാസ്ഥാനപ്പെടുത്തിയിരിക്കുക. ഇന്ന് ജയോത്സവത്തിൻ്റെ ദിവസമാണ്. കർത്താവ് നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. വീണ്ടും കാണും വരെ കർത്താവ് തൻ്റെ കൃപയുടെ കീഴെ നിങ്ങളെ മറയ്ക്കുമാറാകട്ടെ. ഐ ബ്ലെസ് യു ഇൻ ജീസസ് നെയിം. क्रूस से देखो आते हैं बहते हुए खून की धार, क्रूस से देखो आती है बहते हुए खून की धार। ओ मसीह तूने हमको सिखाए प्रेम की परिभाषा को, ओ मसीह तूने हमको सिखाए प्रेम की परिभाषा को। प्रेम का सागर है तू, चांदी का राजकुमार है तू। चरणों में आकर हाथ उठाकर करते हैं तेरे